2026 റോയൽ റംബിളിൽ ഏജ് സ്റ്റൈൽസ് റിട്ടയർ ചെയ്യാൻ വേണ്ടി പോവുകയാണോ? ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഗുന്തർ WWE റിംഗിലേക്ക് വരികയുണ്ടായി. ലാസ്റ്റ് വീക്കിൽ ഏജ് സ്റ്റൈൽസിനെതിരെയുള്ള മാച്ചിൽ ഗുന്തർ ഏകദേശം ടാപ്പ് ഔട്ട് ചെയ്തു എന്നുള്ളത് ഫാൻസ് മുഴുവൻ കണ്ടതാണ്. അതുകൊണ്ട് ഫാൻസ് മുഴുവൻ ഗുന്തറിനെ കളിയാക്കുകയായിരുന്നു. ഏജ് സ്റ്റൈൽസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. ഏജ് തന്നെ ടാപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്, റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടില്ല എന്നെല്ലാം തന്നെ ഗുന്തർ പറയുകയുണ്ടായി. അദ്ദേഹം വീണ്ടും വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കുകയാണ്. അതുകൊണ്ട് തന്നെ റോയൽ റംബിൾ 2026 ഒഫീഷ്യൽ എൻട്രന്റ് ആയിട്ട് ഗുന്തർ മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പോഴായിരുന്നു ഏജ് സ്റ്റൈൽസ് അവിടേക്ക് ഇന്ററപ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. റോയൽ റംബിളിൽ തനിക്കൊരു റീമാച്ച് വേണമെന്നായിരുന്നു സ്റ്റൈൽസ് പറഞ്ഞത്. ഗുന്തർ അത് പറ്റില്ല, എനിക്ക് റോയൽ റംബിളിൽ 2 മാച്ചുകൾ മത്സരിക്കാൻ എന്തായാലും കഴിയില്ല, അതുകൊണ്ട് നീ ഇപ്പോൾ പോയിക്കോ എന്ന് ഏജ് സ്റ്റൈൽസിനോട് പറയുകയുണ്ടായി. അപ്പോൾ ഏജ് ഗുന്തറിനെ കളിയാക്കുകയുണ്ടായി. നിനക്ക് പേടിയാണ്, കഴിഞ്ഞ ആഴ്ച ശരിക്കും നീ ടാപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുന്തർ പറയുകയുണ്ടായി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ റീമാച്ചിന് വരാം റോയൽ റംബിളിൽ, പക്ഷെ നിന്റെ കരിയർ മുൻപിൽ വെക്കണം. അതായത് ആ ഒരു മാച്ചിൽ തോറ്റു കഴിഞ്ഞാൽ നിന്റെ കരിയർ അവസാനിച്ചു. അത് നിനക്ക് പറ്റുമോ? പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഈ റോ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുൻപേ നീ മറുപടി പറഞ്ഞാൽ മതി എന്നായിരുന്നു ഗുന്തർ പറഞ്ഞത്. അങ്ങനെ റോ അവസാനിക്കുന്നതിന് മുൻപേ നടന്നിട്ടുണ്ടായിരുന്ന ബാക്ക് സ്റ്റേജ് എപ്പിസോഡിൽ ആദം പിയേഴ്സിന്റെ അടുത്ത് ഏജ് സ്റ്റൈൽസ് പോയിക്കൊണ്ട് പറയുകയുണ്ടായി, താൻ ആ മാച്ചിന് റെഡിയാണ്, തന്റെ കരിയറിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ മാച്ചിന് റെഡിയാണ് എന്ന്. ആ ഒരു മാച്ചിൽ തോറ്റുകൊണ്ട് ഏജ് സ്റ്റൈൽസ് WWE നിന്നും റിട്ടയർ ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ.